ശരിയായ രീതിയിൽ എങ്ങനെ സെൽഫ് കെയർ ചെയ്യാം? സെൽഫ് കെയർ ചെയ്യാനായിട്ട് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ശരിയായ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിനെ നമുക്ക് സെൽഫ് കെയർ എന്ന് വിളിക്കാൻ പറ്റുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല അല്ലെ? 6 കാര്യങ്ങൾ ചേർന്നിട്ട് അല്ലെങ്കിൽ ഈ 6 മേഖലയിൽ നമ്മൾ നമുക്ക് കൊടുക്കുന്ന കരുതലിനെയാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ഫിസിക്കൽ സെൽഫ് കെയർ ആണ്. അതായത് നമ്മൾ നമുക്ക് കൊടുക്കുന്ന സ്ലീപ്പിംഗ് അവർ, നമ്മൾ കൊടുക്കുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ, അല്ലെങ്കിൽ അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്ത് ഫിസിക്കൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഇമോഷണൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇമോഷണൽ സെൽഫ് കെയർ ആണ്. അവിടെ നമ്മൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തോട്ട്സും ഇമോഷൻസും ഒക്കെ ജേർണൽ ചെയ്യുന്നത്, ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് നമ്മൾ നേടിയെടുക്കുന്നത്, അത് പ്രാക്ടീസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. മൂന്നാമത്തേത് മെന്റൽ സെൽഫ് കെയർ ആണ്. വർക്ക് പ്ലേസിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ബ്രേക്ക് നമുക്ക് വേണമെന്ന് തോന്നും, അല്ലെങ്കിൽ മെന്റലി നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് എന്നുള്ള കണ്ടീഷനിൽ എത്തുമ്പോഴേക്കും പെട്ടെന്ന് ഒരു മെന്റൽ റെസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മെന്റൽ സെൽഫ് കെയറിനകത്ത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. നാലാമത്തേത് സോഷ്യൽ സെൽഫ് കെയർ എന്ന് പറയുന്നു. ഈ സോഷ്യൽ സെൽഫ് കെയറിൽ എന്തുവാ, നമ്മൾ നമ്മുടെ ലവ്ഡ് വൺസുമായിട്ടൊക്കെ എന്താണ് സമയം ചെലവഴിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ടോക്സിക് എന്ന് തോന്നുന്നവരെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നത്, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരിക. അഞ്ചാമത്തെ സ്പിരിച്വൽ സെൽഫ് കെയറിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടി കണ്ടെത്തുന്ന സമയം, നേച്ചറിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പ്രാക്ടിക്കൽ സെൽഫ് കെയർ എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലം ഓർഗനൈസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്യുന്നതായിരിക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളും. പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ എന്തൊക്കെ കെയർ ആണോ നമുക്ക് കൊടുക്കാനുള്ളത്, അതിനെയെല്ലാം നമ്മൾ കൊടുക്കുന്നതിനെയാണ് പ്രാക്ടിക്കൽ സെൽഫ് കെയർ എന്ന് പറയാം. അപ്പൊ ഈ 6 ഘടകങ്ങളിലേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകം നമ്മൾ നമ്മളെ കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിനെയാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ ഈ 6 മേഖലയിൽ എന്തൊക്കെ കെയറിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ ലാക്ക് ചെയ്യുന്നത്, അതിനെയെല്ലാം കൊണ്ടുവരാനായിട്ടും അത്തരം മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ടും ശ്രമിച്ചുകൊണ്ട് നമ്മൾ സെൽഫ് കെയർ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആർട്ട് പഠിച്ചെടുക്കുക.